അസ്സലാമു ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സാധാരണ കയ്പ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു പുളിയിഞ്ചിയാണ്, ഒരു പാവക്ക പുളിയിഞ്ചിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഇതൊന്നും അളവില്ല കേട്ടോ, ഇത് നിങ്ങൾ എത്ര കയ്പ്പൊക്കെ എടുക്കണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. പെരുംജീരകമല്ല കേട്ടോ, ചെറിയ ജീരകമാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾ അച്ചാറൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാറുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വറ്റൽമുളക് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. ഇനി ഇതിലേക്ക് കയ്പ്പൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വെച്ചിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്പ്പൊക്കെ പാവക്ക എന്നാണ് പറയുക കേട്ടോ, നമ്മളൊക്കെ കയ്പ്പൊക്ക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. സാധാരണ നമ്മളിത് വെച്ചിട്ട് തോരന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സൈഡ് ഡിഷായിരിക്കും. നമുക്ക് ചെറിയ തീയിലിട്ടിട്ടൊന്ന് ഇതിലെ വെള്ളം വറ്റുന്ന വരെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നാടൻ മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഇത്രയും മുളക് ചേർത്താൽ തന്നെ നല്ല എരിവുണ്ട് കേട്ടോ. കാശ്മീരി ചില്ലി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചേർക്കാൻ നല്ല കളറും കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ മസാലേൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ പുളീൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ പുളി വെള്ളത്തിലാണ് ഈ കയ്പ്പൊക്കെ വേവേണ്ടത് കേട്ടോ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ കയ്പ്പൊക്കെ കയ്പ്പ് വളരെ കുറവായിരിക്കും നമ്മൾ ഇത് ചെയ്ത് വരുന്ന സമയത്ത്. ഈ പുളിവെള്ളത്തിൽ ഈ കയ്പ്പൊക്കെ വേവുന്നതുകൊണ്ട് തന്നെ. എന്നിട്ട് ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. പുളി, എരിവ്, ഉപ്പ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിക്കാം. ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊക്കെ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരുടെ ടേസ്റ്റും വ്യത്യസ്തമായിരിക്കും, അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്, നമ്മൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എക്സ്ട്രാ ഒരു വെള്ളം ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ പുളീൻ്റെ വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഈ കയ്പ്പൊക്കെ വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഈ പുളിയും എരിവിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. ഒരുപാട് മധുരം കൂടി പോവരുത്, ആ ഒരു ബാലൻസ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കിയത് കുറേശ്ശെ ഒഴിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കരുത്. പുളി എരിവും കറക്റ്റാണോ നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ശർക്കര ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരിക്കുന്തോറും കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസം കേട് കൂടാതെ ഇരിക്കുന്ന, നമ്മുടെ പുളിയിഞ്ചിയൊക്കെ പോലെ കേട് കൂടാണ്ടിരിക്കും. നമ്മൾ നനവില്ലാത്ത സ്പൂണൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം എന്തായാലും പൂപ്പലൊന്നും വരാതെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ദിവസമായിട്ട് ഉണ്ടാക്കി വെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു അച്ചാറാണ് കേട്ടോ അത്, നമ്മുടെ ഈ ഒരു പുളിയിഞ്ചി. കയ്പ്പൊക്കെ വെച്ചിട്ട് ആരും അധികം ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ റെസിപ്പി കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.
അപ്പോൾ ചിലർ ചിലപ്പോൾ പല രീതിയിലായിരിക്കും പലരും ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.